Dear friends, I am your friend Jagriti. For more informative videos, please subscribe to my channel and don't forget to like and share this link with others. ഇന്നത്തെ ലോകത്ത് നമ്മുടെ പണം സൗകര്യപ്രദമായി വലിക്കുവാൻ നമ്മളിൽ പലരും ആപ്പുകളെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ നിരപരാധികളായ ഉപയോക്താക്കളെ കബളിപ്പിക്കാൻ ഈ സൗകര്യം മുതലെടുക്കുന്നവരുമുണ്ട്. അടുത്തിടെ ഡൽഹിയിലും ഫരീദാബാദിലും ആത്മ ഉപയോക്താക്കളെ അപകടകരമായ ഒരു പുതിയ രീതിയിൽ വഞ്ചിച്ചതിന് ഒരു സംഘം അറസ്റ്റിലാവുകയുണ്ടായി. അവരുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് സുരക്ഷിതരായിരിക്കാം. നിങ്ങൾ ആപ്പിൽ പോയി പണം പിൻവലിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് മെഷീനിൽ കുടുങ്ങുന്നു. ആശയക്കുഴപ്പവും ആശങ്കയും കൊണ്ട് സഹായത്തിനായി നിങ്ങൾ ചുറ്റും നോക്കുന്നു. സ്കാമർ സഹായിക്കുന്നതായി നടിക്കുകയും നിങ്ങൾ നിങ്ങളുടെ പിൻ എൻ്റർ ചെയ്യുമ്പോൾ അയാൾ അത് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും ചെയ്യുന്നു. എന്താ എന്റെ കാർഡ് എടുക്കാൻ പറ്റാത്തത്? ഇനി ഞാൻ എന്തോ ചെയ്യും? ഒന്ന് വേഗം പുറത്തു വരാമോ? ഞാൻ വൈകി. ഒരു നിമിഷം, എന്റെ കാർഡ് മെഷീനിൽ കുടുങ്ങിയിരിക്കുന്നു. അയ്യോ, നിങ്ങളുടെ കാർഡ് കുടുങ്ങിയോ? സാരമില്ല, ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അടുത്തുള്ള ചുമരിൽ എഴുതിയ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ചോളൂ. താങ്ക്സ്, ഞാൻ ഇപ്പോൾ വിളിക്കാം. ഇത് സത്യമാണെന്ന് കരുതി നിങ്ങൾ നമ്പർ ഡയൽ ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അറിയുന്നില്ലല്ലോ ഈ കോൾ നിങ്ങളെ ഒരു സ്കാമറുമായാണ് ബന്ധിപ്പിക്കുക എന്ന്. ITMൽ കാത്തിരിക്കാൻ അവർ നിങ്ങളോട് ആവശ്യപ്പെടുകയും സഹായത്തിനായി ഒരു പ്രതിനിധി വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഹലോ, കസ്റ്റമർ കെയർ ആണ്. വിഷമിക്കേണ്ട, നിങ്ങളുടെ കാർഡ് സുരക്ഷിതമാണ്. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഉടൻ ആരെയെങ്കിലും അയക്കും. ദയവായി യാഹമ്മിൽ കാത്തിരിക്കും. ശരി, ഞാൻ കാത്തിരിക്കാം. നന്ദി. ഇതാ മാഡം നിങ്ങളുടെ കാർഡ്. സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ പഴയ കാർഡ് ഒരു പുതിയ കാർഡുമായി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 24 മണിക്കൂറിന് ശേഷം ഈ കാർഡ് ഉപയോഗിക്കാം. വളരെ നന്ദി. ഞാൻ വല്ലാതെ വിഷമിച്ചു. ലത അവരെ വിശ്വസിച്ച് വ്യാജ കാർഡുമായി പോകുന്നു. അതേസമയം തട്ടിപ്പുകാർ അവളുടെ യഥാർത്ഥ കാർഡ് ATMൽ നിന്ന് എടുക്കുകയും അവർ ഇതിനകം മനസ്സിലാക്കിയ കാർഡ് പിൻ ഉപയോഗിച്ചുകൊണ്ട് അവളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് സംഘത്തിന് ഒന്നിലധികം പേരെ വഞ്ചിക്കാൻ കഴിഞ്ഞത്. ഈ സുരക്ഷാ നുറുങ്ങുകൾ പാലിച്ചുകൊണ്ട് അത്തരം കെണികളിൽ വീഴാതെ സൂക്ഷിക്കാം. നിങ്ങളുടെ ATM കാർഡ് കുടുങ്ങിയാൽ അപരിചിതനായ ഒരാളെ ഒരിക്കലും വിശ്വസിക്കരുത്. പകരം നിങ്ങളുടെ ബാങ്കിന്റെ വെബ്സൈറ്റിലോ ബാങ്ക് പാസ്ബുക്കിലോ നൽകിയിട്ടുള്ള ഔദ്യോഗിക കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ പിൻ രഹസ്യമായി സൂക്ഷിക്കുക. എല്ലായ്പ്പോഴും കീപാഡ് മൂടിയ ശേഷം മാത്രം പിൻ എൻ്റർ ചെയ്യുക. ആരും കാണുന്നില്ലെന്ന് ഉറപ്പാക്കുക. ആരെങ്കിലും സ്വമേധയാ സഹായം വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ മര്യാദയോടെയും ദൃഢമായും അത് നിരസിക്കുക. സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ ബാങ്കിനെയും പോലീസിനെയും അറിയിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് വിവരങ്ങളും പരിശോധിച്ചുറപ്പിച്ചതിനു ശേഷം മാത്രം പ്രവർത്തിക്കുക, പ്രത്യേകിച്ചും അവ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടവയാണെങ്കിൽ. കണ്ടതിന് നന്ദി. മറ്റുള്ളവരുമായി ഈ വീഡിയോ പങ്കിടുക. നമ്മുടെ കമ്മ്യൂണിറ്റിയെ പരിരക്ഷിക്കുന്നതിന് ആവശ്യമായ അവബോധം പ്രചരിപ്പിക്കാം. സുരക്ഷിതമായിരിക്കുക. ഓർമ്മിക്കുക, നമ്മുടെ സുരക്ഷ നമ്മുടെ അവബോധത്തെ ആശ്രയിച്ചിരിക്കുന്നു.